സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് SIRനെ കുറിച്ച് തന്നെയാണ്. SIR 2025 നവംബർ 21 വരെ SIR വളരെ സ്മൂത്തായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫോം കളക്ട് ചെയ്ത് ഫോം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുടെ വോട്ട് മാത്രമാണ് പുറത്തായിരുന്നത്. എന്നാൽ ഇനി പുറത്താവാൻ പോകുന്നത് 1-2 ലക്ഷം ആൾക്കാരായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. BLOക്ക് ഇനി ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത പല കേസുകളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, നിങ്ങൾക്ക് 2002 നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ഏത് കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2002 നിങ്ങളുടെ പേരുണ്ടാകുകയും നിങ്ങൾക്ക് 40 വയസ്സിനോ 50 വയസ്സിനോ മുകളിൽ പ്രായമുണ്ട്, ഒരു 55 വയസ്സ് പ്രായമുണ്ട്, 2002 നിങ്ങളുടെ പേരുണ്ടായിരുന്നതിനും. പക്ഷേ നിങ്ങളുടെ വോട്ടർ ID നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 97 അല്ലെങ്കിൽ 2000 ഒക്കെ ആണെന്ന് വിചാരിക്കാം. പല ആളുകളുടെയും, ഒരു മഹാഭൂരിപക്ഷം ആൾക്കാർക്കും ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് റോങ് ആയിട്ട് ID കാർഡിലുണ്ടാവും. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ വയസ്സുണ്ടാവും, അവരുടെ പേര് 2002 വോട്ടുള്ളവരുമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം, എന്യൂമറേഷൻ ഫോം ഓൺലൈനിൽ BLOക്ക് പോലും ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഇത് ഫാക്ച്വലാണ്, ഇത് 100% ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുടെ പേര് ഓൺലൈനിൽ ഫില്ല് ചെയ്യാതെ പുറത്താണ്. അതായത് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഉമ്മൻ്റെ കേസിൽ ഇങ്ങനെ വന്നു. ഉമ്മക്ക് 55 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്, 2002 വോട്ടർ ലിസ്റ്റിൽ പേരും ഉണ്ടായിരുന്നു, എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ BLO പറഞ്ഞു ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്നത് ഫസ്റ്റത്തെ ഓപ്ഷൻ, ഇതിൽ നമ്മൾ പേരും ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 കാറ്റഗറി ഉണ്ടാവുക. ഒന്ന്, എൻ്റെ പേര് 2002 ലിസ്റ്റിലുണ്ട് എന്നുള്ള സെലക്ഷൻ, അത് സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തത് എൻ്റെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയോ പേര് 2002 വോട്ടർ ലിസ്റ്റിലുണ്ട് എന്നുള്ള ഓപ്ഷൻ. ഇനി ഇതും അല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെയോ എൻ്റെ പേരില്ല, മറ്റൊരാളുടെ പേര് കൊടുക്കാം എന്നുള്ള ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള എൻ്റെ പേരുണ്ട് എന്നുള്ള വോട്ടർ ലിസ്റ്റിലുണ്ട് എന്നുള്ള ഓപ്ഷൻ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഉമ്മൻ്റെ കേസിൽ. കാരണം ഉമ്മൻ്റെ വയസ്സ് നോക്കുമ്പോൾ 97 ആണ് ഈ വോട്ടർ ലിസ്റ്റിലുള്ളത്. അപ്പോൾ 40 വയസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ 97 87, അതുകൊണ്ട് 40 വയസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ 2002 ലിസ്റ്റിൽ പേര് ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രീ ഫിൽഡ് ആയിട്ടുള്ള ഗ്രേ ഔട്ട് ആയിട്ട് നമുക്ക് ഡിസേബിൾ ആയിട്ടാണ് ആ ഓപ്ഷൻ വരുന്നത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉപ്പയും ഉമ്മയില്ല, പിന്നെ ഒരിക്കലും തന്നെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷനും സെലക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള ഓപ്ഷൻ വരുന്നത് ഉമ്മൻ്റെ ഇല്ല, ഉപ്പൻ്റെ ഇല്ല, എനിക്ക് എൻ്റെ അടുത്ത നെയ്ബറിൻ്റെ ആയിട്ടുള്ള ആൾക്കാരുടെ ഉണ്ട് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാനാണ്. പക്ഷെ അതിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാദറിൻ്റെ പേര്, അതായത് എൻ്റെ ഫാദറിൻ്റെ പേരാണ് ഗാർഡിയൻ എന്നുള്ളിടത്ത് ഉമ്മൻ്റെ കോളത്തിൽ കൊടുക്കുക. അപ്പോൾ അവിടെ ഉപ്പൻ്റെ എപ്പിക് നമ്പറും കൊടുക്കണം. പിന്നെ ഉമ്മൻ്റെ ജീവിത പങ്കാളി എന്നുള്ള സ്ഥലത്തും ഉപ്പൻ്റെ പേര് കൊടുക്കുമ്പോൾ വീണ്ടും അവിടെ എപ്പിക് നമ്പർ കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേഷനാണ്. ഈ നമ്പർ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞ് അതും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഈ ഒരു കേസിൽ, അതായത് നിങ്ങളുടെ വോട്ടർ ID കാർഡിൽ നിങ്ങൾക്ക് 2002 പേരുണ്ടാകുകയും നിങ്ങളുടെ വയസ്സ് വോട്ടർ ID കാർഡ് പ്രകാരം 40 വയസ്സിന് താഴെയുമാണെങ്കിൽ നിങ്ങളുടെ പേര് BLOക്ക് പോലും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര പേരുണ്ടാവും? ഒരുപാട് ആയിരക്കണക്കിന് 10,000 ആൾക്കാരുണ്ടാവില്ല. എങ്ങനത്തെ എനിക്കുറപ്പാണ്. ഞാൻ ഒരുപാട് പേരുടെ വോട്ടർ ID കാർഡ് കണ്ടിട്ടുണ്ട് തെറ്റായിട്ടുള്ള ജനതീയതി. നമ്മളടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? വോട്ടർ ID കാർഡിൽ, ഇപ്പോഴത്തെ വോട്ടർ ID കാർഡിൽ പേരുള്ളത് പോലെ അല്ലെങ്കിൽ ആധാർ കാർഡിൽ പേരുള്ള പോലെ മുകളിലെ കോളങ്ങൾ ഫില്ല് ചെയ്യുക. താഴെ 2002 2002 പ്രകാരവും 2002 ഇല്ലാത്തവരാണെങ്കിൽ 2002 ബന്ധുക്കളുടെ പേരും കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിലൊക്കെ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആധാർ കാർഡും വോട്ടർ ID കാർഡും എക്സാക്ട്ലി വിത്ത് ഇനീഷ്യൽ അടക്കം മാച്ച് അല്ലെങ്കിൽ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു 90% ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ് ഓഫ്ലൈനിൽ BLO ചെയ്യുമ്പോഴും BLO ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴും ഉള്ളത്. അതായത് എങ്ങനെയാണോ നമ്മൾ സ്വന്തമായിട്ട് ഓൺലൈനിൽ ചെയ്യുമ്പോൾ പറ്റാതിരിക്കുന്ന അതേ കാരണങ്ങൾ തന്നെ BLO ചെയ്യുമ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കേസ്, അതായത് ഇനീഷ്യലും ആധാറിലെ പേരും വോട്ടർ ID കാർഡിലെ പേരും 100% കറക്റ്റ് ആവണം നമ്മൾ ഇൻഡിവിജ്വലി ഓൺലൈനിൽ ചെയ്യുമ്പോൾ. അല്ലാത്ത BLO ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വേണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അങ്ങനെ തന്നെ ആവാനാണ് 90% സാധ്യത.
പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കേസ് അത് എന്തായാലും അത് ഉറപ്പിച്ച കാര്യമാണ്. പിന്നെയുള്ളൊരു കാര്യം, നിങ്ങളുടെ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ വിവാഹം ചെയ്ത് പോയവർ അവരുടെ പേരൻസ്, അതായത് രക്ഷിതാവ് ഫാദർ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഫാദറിൻ്റെ കോളത്തിൽ 2002 മുന്നേയൊക്കെ മരിച്ചു പോയവരാണെങ്കിൽ ഫാദറിൻ്റെ കോളത്തിൽ അവർക്ക് എന്തായാലും ഫാദറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിൻ്റെ പേര് കൊടുക്കാമെങ്കിലും അവരുടെ മറ്റു ഡീറ്റെയിൽസുകളൊന്നും ഉണ്ടാവില്ലല്ലോ. എപ്പിക് നമ്പർ ഒന്നും 2002 മുമ്പ് മരിച്ചു പോയ 2002 മുമ്പ് മരിച്ചു പോയവരാണെങ്കിൽ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഓർഫൻ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അച്ഛനാരാ എന്നറിയാത്ത ആൾക്കാരുണ്ടാവും. ഈ മുമ്പ് ഉപേക്ഷിച്ച് പോയവരും അങ്ങനെയുള്ള പല ആൾക്കാർ ഇവരുടെ ഗാർഡിയനായിട്ട് സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനി താഴേക്ക് വരുന്ന സമയത്ത് അവരുടെ സ്പോസിൻ്റെ പേരും ഭർത്താവിൻ്റെ പേര് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ രണ്ടും ഒരേ ID നമ്പർ ആകുമ്പോൾ അതും പറ്റുന്നില്ല. അതായത് സ്പോസിനും ഗാർഡിയനും ഒരേ ID നമ്പർ പറ്റുന്നില്ല. അത് ഡ്യൂപ്ലിക്കേഷനാണ്. എപ്പിക് നമ്പർ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച കളികളൊന്നുമല്ല SIRൽ വരാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന SIR അല്ല ഇനിയുള്ളത്. അതായത് പ്രാവർത്തികമായിട്ട് വരുമ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ ഇതൊക്കെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് എന്ത് തരണമായിരുന്നു? 1 മാസമോ 2 മാസമോ കേരളത്തിലുള്ള എല്ലാ വോട്ടർമാർക്കും അവരുടെ എപ്പിക് ഡീറ്റെയിൽസിൽ, അതായത് വോട്ടർ ID കാർഡിൽ എന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം വേണമായിരുന്നു ഇത് ചെയ്യാൻ. പലർക്കും ഓൺലൈനിൽ ചെയ്യാൻ മൊബൈൽ നമ്പർ ലിങ്ക് ഇല്ല. പലരുടെ പേരിന് ശേഷവും എന്തില്ല, ഇനീഷ്യൽ ഇല്ല. ചിലവർക്ക് ഫുൾ നെയിം ഇല്ല. അതുപോലെ തന്നെ ആധാർ നമ്പർ ലിങ്ക്ഡ് അല്ല. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ വോട്ടർ ID കാർഡിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പിടിക്കും. ഒന്നും പിടിക്കാതെ ആരും വിടൂല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്കിതൊക്കെ കണ്ടറിയാം. അല്ലെങ്കിൽ ഇത് നിർത്തിവെക്കേണ്ട അവസ്ഥ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വോട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഇത്രയും പേർക്ക്, ഒരു വലിയ സംഖ്യ ആളുകൾക്കാണ് വോട്ട് നഷ്ടപ്പെടുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ 40 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരും 40 വയസ്സിൽ കുറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് ID കാർഡ് പ്രകാരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ BLOനോട് ചോദിച്ച് ഉറപ്പിച്ചോ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് അവർക്ക് മനസ്സിലായിട്ടുമില്ല. അതാണ് അതിൻ്റെ രസം. അപ്പം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ വ്യാപകമാണ്. അത് ശ്രദ്ധിക്കുക. നമ്മളെ വോട്ടാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിഞ്ഞിരിക്കുക.